സംസ്ഥാന സർക്കാരിൻ്റെ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് മൃഗസംരക്ഷണ വകുപ്പ് കർഷകൻ്റെ വീട്ടുപടിക്കൽ മൃഗവൈദ്യ സേവനം എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോട്ടയം ജില്ലയിൽ നമുക്ക് 4 മൊബൈൽ വെറ്റിനറി യൂണിറ്റും ഒരു മൊബൈൽ സർജറി യൂണിറ്റും സർക്കാർ ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ മൊബൈൽ സർജറി യൂണിറ്റും മൊബൈൽ വെറ്റിനറി യൂണിറ്റിൻ്റെയും പ്രവർത്തനം, മൊബൈൽ സർജറി യൂണിറ്റിൻ്റെ പ്രവർത്തനം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ ആയിരിക്കും നടക്കുക. അതിനോടനുബന്ധിച്ച് 6ഓളം ആങ്കറിംഗ് സർജറി യൂണിറ്റുകൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആങ്കറിംഗ് യൂണിറ്റുകൾ കേസുകൾ വരുമ്പോൾ ഇവിടെ നിന്നുള്ള വെറ്റിനറി സർജനും അതുപോലെ തന്നെ അനുബന്ധ സ്റ്റാഫും ആ സർജറികൾ ഈ ആങ്കറിംഗ് യൂണിറ്റിൽ പോയി ചെയ്യുക എന്നുള്ളതാണ് മൊബൈൽ സർജറി യൂണിറ്റിൻ്റെ പ്രവർത്തനം. അതിൽ 1962 എന്ന കോൾ സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്യുന്ന പ്രകാരമായിരിക്കും ഈ സർജറികൾ നടക്കുക. ഇതിൻ്റെ പ്രവർത്തന സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. മൊബൈൽ വെറ്റിനറി യൂണിറ്റുകൾ 3 എണ്ണമാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. അത് ഒരെണ്ണം ഏറ്റുമാനൂർ ബ്ലോക്കിലും, ഒരെണ്ണം ലാലം ബ്ലോക്കിലും, ഒരെണ്ണം ചങ്ങനാശ്ശേരി ബ്ലോക്കിലുമാണ്. ഈ മൊബൈൽ വെറ്റിനറി യൂണിറ്റിൽ ഒരു വെറ്റിനറി സർജനും ഒരു ഡ്രൈവർ കം അറ്റൻഡൻറ്റുമാണ് ജീവനക്കാരായിട്ടുള്ളത്. കോൺട്രാക്ട് സ്റ്റാഫാണ്. ഈ 1962 എന്ന കോൾ സെൻറ്ററിൽ ഈ ബ്ലോക്കും അനുബന്ധ ബ്ലോക്കുകളിലെയും കർഷകർക്ക് രജിസ്റ്റർ ചെയ്ത് കോൾ വിളിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മൃഗവൈദ്യ സേവനവുമായിട്ട് ഈ MU വെഹിക്കിൾ അവരുടെ വീട്ടുപടിക്കൽ എത്തും. അതിൻ്റെ പ്രവർത്തന സമയം വൈകുന്നേരം 6 മുതൽ രാവിലെ 6 മണി വരെയാണ്. ഇതാണ് നമ്മുടെ MVU ആൻഡ് MSC യൂണിറ്റിൻ്റെ പ്രവർത്തന രീതി. സംസ്ഥാന സർക്കാർ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ഒരു വാഹനത്തിന് വാഗണർ വാഹനമാണ് ലഭ്യമായിട്ടുള്ളത്. 5.25 ലക്ഷം രൂപയുടെ വാഹനം നമ്മൾക്ക് സംസ്ഥാന തലത്തിൽ 59 വാഹനങ്ങളാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. ഏകദേശം 3.25 കോടി രൂപ മുടക്കിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത് ഫങ്ഷനിലാകുന്നതോടുകൂടി നമ്മുടെ മൃഗവൈദ്യ സേവനം കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലും അവരാവശ്യമുള്ള സമയത്തും നമുക്ക് നൽകുന്നതിന് സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നിന്നിപ്പം 3 മൊബൈൽ വെറ്റിനറി യൂണിറ്റിൻ്റെ വാഹനങ്ങൾ ഫ്ലാഗ് ഓഫ് ചെയ്ത് വിടുകയാണ്. അതാത് ബ്ലോക്കിലേക്ക് ഏകദേശം ഒരു 25-ാം തീയതി കൂടി ആ ബ്ലോക്കുകളിലും ഫുള്ളായിട്ട് ഫങ്ഷൻ നടത്താൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മൾക്കുള്ളത്.